എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുക എന്ന്. അപ്പോൾ നമുക്കതൊക്കെ നോക്കാം. വിശദമായ വാർത്തയിലേക്ക് പോവാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോയിലേക്ക് വന്നതിനുമായി നമ്മുടെ ചാനൽ ഇപ്പോൾ 9,000 സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുകയാണ്. 9,000 സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ സഹായിച്ച മുഴുവൻ വിദ്യാർത്ഥികളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുകയാണ്. 9,000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ സഹായിച്ച മുഴുവൻ വിദ്യാർത്ഥികളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്കതിനെ ഈ വീഡിയോയിലേക്ക് പോകും. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ഗൂഗിളിലോ ക്രോമിലോ ഒക്കെ സെർച്ച് ചെയ്യുക കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന ശേഷം തുറന്നു വരുന്ന വിൻഡോയിൽ അഡ്മിഷൻസ് എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം UG അഫിലേറ്റഡ് കോളേജസ് എന്ന ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ID പാസ്വേഡ് നൽകി ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും അവിടെ ഒരു വെരിഫിക്കേഷൻ കോഡുണ്ട്, അത് നൽകി ലോഗിൻ ചെയ്യുക. അപ്പോൾ വെരിഫിക്കേഷൻ കോഡ് എന്നുള്ളത് അവിടെ തന്നെ ഉണ്ടാവും. അതായത് ആ കോളത്തിൻ്റെ അടിയിൽ തന്നെ ഒരു കറുത്ത കോളത്തിൽ ഒരു 5 അക്ക കോഡ് എന്ത് ചെയ്യും, വെരിഫിക്കേഷൻ കോഡായി കാണും. അതും കൂടെ എൻ്റർ ചെയ്ത് കൊടുത്ത് ശേഷം എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. അതായത് ആപ്ലിക്കേഷൻ IDയും പാസ്വേഡും വെരിഫിക്കേഷൻ കോഡും നൽകി ലോഗിൻ ചെയ്യുക. ശേഷം കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും അഡ്മിഷന് ഹാജരാകേണ്ടതാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. ആ അഡ്മിറ്റ് കാർഡ് കൊണ്ട് വേണം അഡ്മിഷന് ഹാജരാകാൻ. കാത്തിരിക്കാൻ പറ്റും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. പുതിയൊരു ഇടമേ കാണാം. അതിലേക്കും ബൈ. പോകുന്നതിന് മുമ്പ് മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡ്, ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.